ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു റിലീസ് ഇതായി എത്തിയിരിക്കുന്നത്. നമ്മുടെ ജനനായകന്റെ റിലീസിന് ഇനിയും വെറും 9 ദിവസം കൂടെ മാത്രം. അപ്പോൾ ഈ രാത്രി, അതായത് ന്യൂ ഇയർ ആയിട്ട് ഈ രാത്രി ഞാൻ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ അത് ഒറ്റ ആളുടെ കാരണമാണ്, അത് നമ്മുടെ ദളപതി വിജയ്. അപ്പം എന്തായാലും വൺ ലാസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മോനെ റെക്കോർഡ് ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും അതായത് നമ്മുടെ ബുക്ക് മൈ ഷോ തൂക്കി എന്ന് പറയാം. നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളത് നമ്മുടെ ലിയോയുടെ റിലീസിനാണ് ഇതുപോലെ ബുക്ക് മൈ ഷോ ഹാങ് ആയി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. എന്നാൽ അതിന് ഒരു ഡബിൾ ഇരട്ടിയായിട്ടാണ് ഇപ്പം ബുക്ക് മൈ ഷോ ഹാങ് ആണ്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് ബുക്ക് ഭയങ്കരമായിട്ട് ടിക്കറ്റ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഇന്നേ വരെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഇത്രയും ഒരു ബുക്കിംഗ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇതിനെല്ലാം കാരണം നമ്മുടെ വൺ ആൻഡ് ഓൺലി നമ്മുടെ ദളപതി വിജയ് തന്നെ. നമ്മുടെ വിജയ് മോനെ രക്ഷയില്ല, സത്യം പറയുന്ന ഈ വാക്കുകളില്ല. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ദളപതി കാരണമാണ്. അപ്പം എന്തായാലും ഇത്രയും സ്റ്റാർഡം ഉള്ള ഒരു ബിഗസ്റ്റ് സ്റ്റാർ നമ്മുടെ കോളിവുഡ് ഇൻഡസ്ട്രിയെ വിടുക, അല്ലെങ്കിൽ സിനിമാ ജീവിതം നിർത്തി പോവുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ, നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെയാണ് വലിയ നഷ്ടം. അപ്പം എന്തായാലും ടിക്കറ്റ് ബുക്ക് കിട്ടിയവരാരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളും ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, അപ്പം നമുക്കും കിട്ടിയിട്ടുണ്ട് ടിക്കറ്റ്. അപ്പോൾ എന്തായാലും ഭയങ്കര ആവേശത്തിലാണ് നമ്മൾ ജനനായകൻ കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ടിക്കറ്റ് ആർക്കൊക്കെ കിട്ടി, അപ്പം ആർക്കൊക്കെ കിട്ടിയില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും 1000 കോടി ഉറപ്പ്. എന്തായാലും ഈ ഒരു ബുക്കിങ് ലിയോയുടെ അപ്പനായിട്ട് വരും നമ്മുടെ ജനനായകൻ എന്ന് പറയുന്നത്. കാരണം സിനിമയുടെ, കാരണം അത്ര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് ഒരു ബ്ലാസ്റ്റ് ആണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുക്ക് ബൈ ഷോ ബ്ലാസ്റ്റ് ആയെന്ന് തന്നെ നമുക്കറിയാം. അപ്പം എന്തായാലും നമ്മുടെ ദളപതിയുടെ പവർ ഒന്നും വേറെ ലെവൽ മോനെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.